ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എന്നൂർലോസ് ടൂറത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്നൂർലോസ് കുമരത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നോർത്ത് എന്നാൽ നമുക്ക് ചൂണ്ടാൻ പോയേക്കാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടുന്നത് മണ്ണിര കൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ മണ്ണിര ഇട്ടൊരു ഫിഷിംഗ് ചെയ്യുന്നത്. അപ്പോൾ തോട്ടിലാണ് ഇടുന്നത്. എന്ത് മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല, നമുക്ക് കിട്ടുന്നതെല്ലാം തന്നെ കാണിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കടവിലാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. അപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യാൻ ആളില്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കിട്ടുന്ന മീനുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് മീൻ കിട്ടുമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് തീറ്റ കോർത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ തോട്ടിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മീനിൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് മീൻ കിട്ടുമെന്ന് അറിയില്ല, നോക്കിയിട്ട് നോക്കാം. പൊങ്ങ് നാട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് തീറ്റ തന്നെ ഒരു അടിപൊളി ഒരു പരല് കിട്ടുന്നുണ്ട്. കാരണം മണ്ണിര ഇട്ടിട്ട് ഇതുപോലെ പരല കുറുവ പരലൊക്കെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ആണ് നമ്മുടെ ഒരു വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. അത് പോയി, തീറ്റ പോട്ടില്ല, വീണ്ടും ഇടാം. അടിച്ചു വെച്ച് തകർ പോയി. ഒരു ചെറിയ പരലോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഒരു ചെറിയൊരു പരലോടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു തീറ്റയിട്ട് കല്ലട കാര്യമൊക്കെയാണ് പിടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ പരൽ കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാറുണ്ടെങ്കിലും നമ്മൾ ഇത് മറ്റൊരു തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഈ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വരാലിനെയോ അല്ലെങ്കിൽ ചൂളക്കരിമീനെയൊക്കെ ഒരുപാട് പേര് വലയിട്ടും അതുപോലെ തന്നെ തെറ്റിയൊക്കെ പിടിക്കാറുണ്ട്. റോഡും റീലും പോലുള്ള മെഷീൻ ചൂണ്ടകൾ വന്നാൽ പിന്നെ വരാല് ചേറുമീനൊന്നും ഇതുപോലെ കുഞ്ഞുങ്ങളുമായിട്ടൊരു കാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ വരും തലമുറയിലേക്കൂടെ പകർന്നു കൊടുക്കണം. നമ്മളൊരു 5 വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുൻപുണ്ടായിരുന്ന മീനിൻ്റെ ലഭ്യതയൊന്നും ഇപ്പോൾ ഇല്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മീനുകളായിരുന്നു നമ്മൾ വലയിട്ടാലോ അല്ലെങ്കിൽ ഇറങ്ങി പിടിച്ചാലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് കൂടുതൽ മീനുകൾ ഇതുപോലെ തന്നെ കാണുവാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു മീനുകളെ നമ്മൾ പിടിക്കരുത്. കിട്ടും കിട്ടും. നമ്മൾ ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ മീനുകളാണ്. ഒരല്പസമയം നമ്മൾ ചൂണ്ടയിടാൻ പറ്റുള്ളായിരുന്നു. നമ്മൾ ആ വരാൽ പാർപ്പിൻ്റെ പുറകെ പോയതുകൊണ്ട് നമുക്ക് ഫിഷിങ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ കിട്ടിയ 2-3 മീനുകൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പരലാണ്, ചെറിയൊരു കുറുവ പരലാണ്, അല്ലെങ്കിൽ നമ്മുടെ വാരാക്കുടിയും പരലെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പം എന്തായാലും നമ്മൾ നല്ല നല്ല ഫിഷിങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ചൂണ്ട കിട്ടിയ ചെറിയ 2 കരിമീൻ വളർത്തി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് കുമരൻ കരിമീനാണ്, നല്ല വലുതായി വരേണ്ട കരിമീനാണ്. അപ്പോൾ നമ്മളതിനെ റിലീസ് ചെയ്യുവാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ ഫിഷിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ നിതിദാസ്, NR Los Kumaram. Bye.